ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് MST ബ്ലോക്ക് ചെയിനിൻ്റെ സ്വന്തം വാലറ്റായിട്ടുള്ള ബ്രിഡ്ജ് കീ വാലറ്റ് ഉപയോഗിച്ച് MST കോയിൻ അഥവാ നമ്മളുടെ അസറ്റ് എങ്ങനെ ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യമേ നമ്മൾ MST ബ്ലോക്ക് ചെയിനിൻ്റെ വാലറ്റായിട്ടുള്ള ബ്രിഡ്ജ് കീ വാലറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ മെയിൻ പേജ്, ഹോം പേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലത്തെ അറ്റത്ത് ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ഡിസ്കവർ, അതായത് ഇതിൻ്റെ ഓൺലൈൻ ഏരിയയിലേക്ക് പോകുന്ന ഒരു സ്പേസാണ് ഡിസ്കവർ എന്ന് പറയുന്നത്. അവിടെ ഈ വരുന്ന പേജിൽ സ്മാർട്ട് ട്രാൻസാക്ഷൻ റൂട്ടിംഗ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിലവിൽ ഇവിടെ ഉള്ള അതൊന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന അഡ്രസ്സ് mstblockchain.com/portal/login അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. mstblockchain.com/portal/login കൊടുത്ത് അവിടെ സെർച്ച് ചെയ്യുക. ഓക്കെ, അവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് MST അക്കൗണ്ട് ഇതിനകത്ത് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ MST ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, പോർട്ടൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മളുടെ സാധാരണ നമ്മൾ പാസ്വേഡും നമ്മുടെ യൂസർ ഐ ഡി എന്ന മൊബൈൽ നമ്പറാണ്, പാസ്വേഡ് ക്യാപ്ച ക്ലിയർ ചെയ്ത്. അപ്പോൾ ഞാൻ ഈ പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്യുന്ന സമയം വരെ ഒന്ന് പോസ്. നമ്മളിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പൺ ചെയ്ത അക്കൗണ്ടിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 3 ലൈനിൽ അഥവാ മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ വിഡ്രോ ഓപ്ഷൻ എടുക്കുന്നു. അവിടെ നോഡ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നോഡ് 3ലും നോഡ് 4ലുമായിട്ടാണ് ഇതിൻ്റെ അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ നോഡ് 4 ആണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നോഡ് 4ൽ ഒരു വിഡ്രോബിൾ ബാലൻസ് 117 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ അതിനകത്തുനിന്ന് ഒരു 100 വിഡ്രോ ചെയ്യുന്നതായിട്ട് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ എമൗണ്ട് കണക്ട് വാലറ്റ് കൊടുക്കുന്നു. ഈ കണക്ട് വാലറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ ബ്രൗസർ വാലറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ബ്രൗസർ വാലറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വാലറ്റുമായിട്ട് നമ്മുടെ ബ്രിഡ്ജ് സ്കീമായിട്ട് കണക്റ്റ് ആകും പെട്ടെന്ന്. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണല്ലോ നമ്മൾ കയറിപ്പോയത്. അപ്പോൾ അവിടെ കണക്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ചില സമയങ്ങളിൽ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇതാകണമെന്ന് നിർബന്ധമില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ചെക്ക് ചെയ്താലും മതി. അവിടെ ഒന്നുകൂടി വിഡ്രോ കൊടുക്കുക. കൺഫർമേഷൻ, അപ്പോൾ ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ ചെയ്താൽ പെട്ടെന്ന് ട്രാൻസാക്ഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ്, വിഡ്രോ സക്സസ്ഫുള്ളി. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിനുള്ളിൽ തന്നെ നിൽക്കുക. നിന്നിട്ട് ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജ് കീ വാലറ്റിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനകത്തൂടെയാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. അതിൻ്റെ ഹോം പേജിലേക്ക് പോവുക. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ബാലൻസ് .something ആയിരുന്നു. അപ്പോൾ അതിലിപ്പോൾ 100 ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഡിസ്കവറി ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ആ നോഡ് വിഡ്രോ ഓപ്ഷൻ എടുത്തിട്ട് നോഡ് 4 എടുക്കുക. നോഡ് 4 എടുത്തിട്ട് നമ്മൾ ഇവിടെ ബാലൻസ് നോക്കിയത് 117 ആയിരുന്നു. അത് 17 ആയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ്. ഇപ്പോൾ ഈ രീതി നമ്മൾ എല്ലാവരും യൂസ് ചെയ്യണം. ഈ രീതിയിൽ തന്നെ യൂസ് ചെയ്യണം. കാര്യം ബ്രിഡ്ജ് കീ വാലറ്റിൻ്റെ യൂസേജ് വളരെ കൂടുതലാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.